വടക്കൻ ഗാസയിലെ ജബാലിയ പട്ടണത്തിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിലാണ് ഹമാസ് മാധ്യമ വിഭാഗം പ്രമുഖ വക്താക്കളിലൊരാളായ അബ്ദുൽ ലത്തീഫ് അൽ ഖാനു എന്ന ഹമാസ് ഭീകരൻ കൊല്ലപ്പെട്ടത്. ഒന്നാം വെടിനിർത്തലിനു ശേഷം അറബ് വാർത്താ ചാനലുകളിൽ ഹമാസിനു വേണ്ടി നിരവധി തവണ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയായിരുന്നു അബ്ദുൽ ലത്തീഫ് അൽ ഖാനു. ജബാലിയയിലെ അബ്ദുൽ ലത്തീഫ് അൽ ഖാനുവിന്റെ കൂടാരം ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ ആക്രമണമാണ് ഉണ്ടായതെന്ന് ഹമാസ് നടത്തുന്ന അൽ അക്സ ടെലിവിഷൻ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഈ വ്യോമാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. 2016 ഹമാസിന്റെ ഔദ്യോഗിക വക്താവാകുന്നതിന് മുൻപ് അബ്ദുൽ ലത്തീഫ് അൽ ഖാനു വടക്കൻ ഗാസ മുനമ്പിലെ ഹമാസിന്റെ മീഡിയ ഓഫീസുകളിൽ മീഡിയ ഡയറക്ടറായിരുന്നു. രണ്ടാം ഘട്ട സൈനിക നീക്കം ഇസ്രായേൽ ആരംഭിച്ചതിനു ശേഷം 10 മുകളിൽ വരുന്ന ഉന്നത ഹമാസ് ഭീകര നേതാക്കന്മാരെയും 150 മുകളിൽ ഹമാസ് ഭീകരരെയും ഇസ്രായേൽ വകവരുത്തിയിരുന്നു. ഇതിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡിയിലെ അംഗങ്ങളെ തിരഞ്ഞുപിടിച്ചാണ് ഇസ്രായേൽ വധിച്ചത്. അതിലേറ്റവും ഒടുവിലത്തെ ഭീകരനാണ് ഹമാസ് മാധ്യമ വിഭാഗം പ്രമുഖ വക്താക്കളിലൊരാളായ അബ്ദുൽ ലത്തീഫ് അൽ ഖാനു. സൈനിക നടപടിയെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇസ്രായേൽ കരസേന ഗാസയിലെ മുന്നേറ്റം തുടരുകയാണ്. സെൻട്രൽ ഗാസയിലെ നെറ്റ്സാരിം ഇടനാഴിക്ക് ചുറ്റും സെൻട്രൽ ഗാസ, ബെത്ത് ലാഹിയ, ബെത്ത് ഹനൌൻ, ഖാൻ യൂനിസ്, ഷബൌറ, ടെൽ സുൽത്താൻ എന്നിവയുടെ ചില ഭാഗങ്ങളിലെ ജനങ്ങളെ ഒഴിപ്പിച്ച് സൈന്യം ഇപ്പോൾ ജബാലിയയിലേക്ക് നീങ്ങുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.